ഹലോ സാറേ, ഞാൻ നമ്മുടെ സ്കൂളിന്റെ മതിലിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. സാറേ, പ്രവേശനോത്സവമായിട്ട് ഇങ്ങോട്ട് വരുന്ന ഒറ്റ ഒരെണ്ണത്തിനെ ഞാൻ പ്രവേശിപ്പിക്കത്തില്ല. അയ്യോ അങ്ങനല്ല, അനുവാദം കൂടാതെ വരുന്ന ഒറ്റ ഒരെണ്ണത്തിനെ ഞാൻ പ്രവേശിപ്പിക്കത്തില്ല. ഈ ഡ്രായിങ് പഠിപ്പിക്കുന്ന മനോജ് സാർ എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ? വരുന്നവരെ വരച്ച വരെ ഞാൻ നിർത്തും. സത്യത്തിൽ ഈ സ്കൂളിലെന്നല്ല എല്ലാ സ്കൂളിലും ഈ ഡ്രായിങ് സാർമാർക്കൊന്നും ഒരു വിലയുമില്ല. പക്ഷെ ഇവിടുത്തെ പിള്ളേരുണ്ടല്ലേ, ഞാനൊരു വര ഇങ്ങനെ വരച്ചാൽ അവന്മാര് ഇങ്ങനെ പോവും. അയ്യേ, ഞാനിതൊന്നും പോയി കാണുന്നേ. ഇന്ന് വരെ ഞാനിവിടെ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ലല്ലോ. മനോജ് സാർ വിത്ത് അഞ്ജന ടീച്ചർ. ആരാടാ ഈ വൃത്തിയാക്കിയിട്ട് മതിലിനകത്ത് ഈ വൃത്തികെട്ട പേരുകൾ എഴുതി വെച്ചത്? മനോജ് സാർ ഞാനാണല്ലേ. അഞ്ജന ടീച്ചർ ഇവിടുത്തെ PT ടീച്ചറും. മനോജ് സാർ വിത്ത് അഞ്ജന ടീച്ചർ. സത്യത്തിൽ ഈ അഞ്ജന ടീച്ചറെ ഞാനൊന്ന് പ്രപ്പോസ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ മതിൽ പ്രപ്പോസ് ചെയ്ത് വെച്ചേക്കുന്നു. അയ്യോ, അഞ്ജന ടീച്ചറെ രാവിലെ തന്നെ കുന്തത്തി കയറി എങ്ങോട്ട് പോന്ന്? പിടിച്ച് എന്റെ ടീച്ചറേ, ഈ രാവിലെ ഈ ജാവലിംഗ് ത്രോ ആയിട്ട് ഇത് എങ്ങോട്ട് പോകുവാ? സാറേ, ഞാൻ ഇതും കൊണ്ട് പോന്നതല്ല, എറിഞ്ഞ ഫോഴ്സില് ഇത് എന്നെ കൊണ്ട് പോന്നതാ. അയ്യോ, വയ്യാത്ത പട്ടി കയ്യാല കയറരുത്, കയ്യാലയുടെ താഴെ നിന്നാ മതി കേട്ടാ. ടീച്ചറെ, മനോജ് സാർ വിത്ത് അഞ്ജന ടീച്ചർ. ഞാൻ ഇന്ന് വരെ എന്റെ ഒറ്റ പായൽ ഇങ്ങനെ ഇരുന്നിട്ടില്ല. ടീച്ചറിട്ട പായൽ ഇങ്ങനെ കിടന്നിട്ടുമില്ല. സാറേ, സാറിന്റെ മനസ്സിലിരിപ്പ് നടക്കത്തില്ല. മനസ്സിലിരിപ്പ് അല്ല ടീച്ചറെ, മതിലിരിപ്പ്. മതിലെ എന്തോ ഇരിക്കുന്നത്? അങ്ങോട്ട് നോക്ക്. മനോജ് സാറ് വിത്ത് അഞ്ജന ടീച്ചർ. മനോജ് സാറ് വിത്ത് അഞ്ജന ടീച്ചർ. മനോജ് സാറേ, മലന്ന് കിടക്കാതെ പായ ചുരുട്ടി അങ്ങ് എണീറ്റാട്ടെ. Willy White toothpaste. മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് Willy White toothpaste. സാറേ, എന്നാലും പറ സാറേ, ആരാ ഈ മതിലി വൃത്തിയോട് ഇങ്ങനെ എഴുതി വെച്ചത്? ടീച്ചർ അതേതെങ്കിലും പിള്ളേർ എഴുതിയതായിരിക്കും. ഏതവനാന്ന് പറഞ്ഞാലും അവനെ ഞാനൊന്ന് ഷോർട്ട് പുട്ട് കൊണ്ട് എറിഞ്ഞു വീഴ്ത്തു. എന്റെ ടീച്ചറെ, പിള്ളേരുടെ ആഗ്രഹം നമുക്കങ്ങ് സാധിച്ചു കൊടുത്താലാ? പിള്ളേരുടെ ആഗ്രഹം പറയരുത് സാറേ, സാറിന്റെ ആഗ്രഹം പറയണം. എന്റെ ടീച്ചറെ, ടീച്ചർ ഒന്ന് മനസ്സിലാക്കണം. കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ചെറുപ്പക്കാരനല്ല, കല്യാണം നടക്കാത്ത മുതുക്കൻ. എന്നെ ഒരുമാതിരി കളിയാക്കരുത്. ടീച്ചറിന് ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല. ടീച്ചർ പണ്ട് ഷോർട്ട് പുട്ട് എടുത്തു പൊക്കാനാവതില്ലാതെ സ്വന്തം കാലിലെടുത്തിട്ട് മുട്ടിന്റെ ചിരട്ട പൊട്ടി ആശുപത്രി കിടന്നപ്പോ ടീച്ചറിന്റെ മുട്ടിന് പാകമാകുന്ന കണ്ണൻ ചിരട്ടയുമായി ഞാൻ ആശുപത്രി വന്ന് നിൽക്കുമായിരുന്നു. ഓർമ്മയുണ്ടോ ടീച്ചറെ? പക്ഷേ മനോജ് സാറേ, സാറ് മാത്രമല്ലല്ലോ ഇവിടെ മനോജ് എന്ന പേരിലുള്ളത്. മലയാളം പഠിപ്പിക്കുന്ന മാഷിന്റെ പേരും മനോജ് എന്നാ. നല്ല മനോഹരമായ ഒരു ചിത്രം വരയ്ക്കാൻ ക്യാൻവാസ് ഒരുക്കിയിട്ട് എന്റെ ക്യാൻവാസ് കുത്തിക്കീറാമെന്ന മലയാളം മനോജ് സാഷേ. ഭ്രമമാണു പ്രണയം, വെറും ഭ്രമം, വാക്കിന്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം. ഭ്രമമാണ് പ്രണയമെന്നും പറഞ്ഞ് എന്റെ അഞ്ജന ടീച്ചറെ തട്ടിയെടുക്കാൻ വന്ന കാവാലിക. വളരെ മനോഹരമായ പ്രണയ കവിത. ഇന്ന് പ്രണയത്തെ പറ്റിയിട്ട് വേണം എന്റെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ. മാത്രമല്ല, എന്റെ പുതിയ സംരംഭമായ കണ്ണിമാങ്ങ അച്ചാറിനെ പറ്റിയിട്ടും അവരോട് ഇവിടുത്തെ സാറന്മാർക്കൊക്കെ കൊടുത്ത് എന്റെ പുതിയ ബിസിനസ് ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കണം. ഓ, നമസ്കാരമുണ്ടേ. അല്ല, കസവുമുണ്ട്. നമസ്കാരമുണ്ട് ഡ്രോയിങ് മനോജ് മാഷെ. നമസ്കാരമില്ല മലയാളം മനോജ് മാഷെ. ഭയങ്കര ചൂടിലാണെന്ന് തോന്നുന്നു. കണ്ണിമാങ്ങാച്ചാർ കൊടുത്ത് സൂചിപ്പിക്കാം. സാറേ, ഞാനൊരു സൂത്രം കൊണ്ടുവന്ന് കാണിക്കട്ടെ. കാണിക്കുന്ന എന്തിനാ? കണ്ടിട്ട് നിൽക്കുമല്ലോ ഞാൻ. ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് ചെയ്തതാണത്. അത് മനസ്സിലാക്കാൻ അല്പം വൈകിപ്പോയി. മനസ്സിലാക്കിയ സ്ഥിതിക്ക് സാറേ, ഈ സ്കൂളിൽ എല്ലാവരോടും ഇത് പറഞ്ഞൊന്ന് പരത്തണം. ഞാനായിട്ട് എന്തിനു പരത്തണം? എഴുതി വെച്ചേക്കുമല്ലേ? പേരും കണ്ടോ? അങ്ങനെയാണെങ്കിൽ സാറേ, ഇത് എന്റെ സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഞാൻ സെറ്റപ്പ് ചെയ്തെടുത്തതാ.
പക്ഷെ ഇതെന്റെ അച്ഛൻ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊരു ബിസിനസ് ആക്കി അങ്ങ് മാറ്റാൻ. ബിസിനസ്സാ? ബിസിനസ് എന്റെ അച്ഛന്റെ അപ്പൂപ്പന്റെ കാലം തൊട്ട് ഞങ്ങൾ ചെയ്തോണ്ട് വന്നതല്ലേ ഇത്. ഇടയ്ക്ക് വെച്ചൊന്ന് ഫ്ലോപ്പായി പോയി. ഇപ്പൊ ഞാനൊന്ന് പിടിച്ചു കയറ്റാനുള്ള ശ്രമത്തിലാണ്. അച്ഛനും അപ്പൂപ്പനും തുടങ്ങി വെച്ചത് ഫ്ലോപ്പ് ആയതിനു ശേഷം വീണ്ടും തുടങ്ങാനാന്നോടാ നീ എന്റെ അഞ്ജന ടീച്ചറെ വളർത്തിയെടുത്തത്? എന്തുവാ നിന്ന് പുറകുറുക്കുന്നേ? എന്താ തന്റെ ഉദ്ദേശം? ഉദ്ദേശം വിറ്റ് കാശാക്കണം, കൂടുതൽ ലാഭം കിട്ടുവാണെങ്കിൽ വിദേശത്തേക്ക് കയറ്റി അയക്കണം. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല ഇവനാ റാക്കറ്റിലെ കണ്ണിയാ. ഉളുപ്പുണ്ടോ? ചെറുതായിട്ട് കാണും. എന്തോന്ന് ഉളുപ്പ്? ഉളുപ്പാ? കണ്ണിമാങ്ങ അച്ചാറല്ലേ? നല്ല പുളിപ്പോ ചെറിയ പുളിപ്പോ ഒക്കെ കാണും. എന്റെ പുതിയ സംരംഭം കണ്ണിമാങ്ങ അച്ചാറിന്റെ കാര്യമായിരുന്നു. പിന്നെ എന്തുവാന്ന് വിചാരിച്ച്? ഞാൻ വിചാരിച്ച അഞ്ജന അച്ചാറാന്ന്. അച്ചാറോ? അല്ല, അഞ്ജന ടീച്ചറിന്റെ കാര്യമാണ്. അഞ്ജന ടീച്ചറോ? സാറേ അങ്ങോട്ട് നോക്ക് സാറേ. മനോജ് സാർ വിത്ത് അഞ്ജന ടീച്ചർ. അതിനെന്താ നല്ല കാര്യമില്ലേ? മനോജ് സാർ വിത്ത് അഞ്ജന ടീച്ചർ. അവന്റെ ചിരി കണ്ട, അവന്റെ ചിരി കണ്ട. എടാ മനോജ്, ഈ മനോജിന് ജീവനുണ്ടെങ്കിൽ ഈ മനോജിന്റെ ആഗ്രഹം നടക്കത്തില്ല. ഞാനിത് പ്രിൻസിപ്പാളിന് കംപ്ലൈന്റ് ചെയ്യൂടാ. മനോജ് ഓടാ മനോജ്. മനോജ് സാർ അയ്യോ ടീച്ചറെ, ഷോർട്ട് പുട്ട് ടീച്ചറെ കൊണ്ട് അങ്ങോട്ട് പോവാ. ഞാൻ ഈ കുട്ടിയോട് എഴുതി വെച്ചവരെ എറിയാൻ വേണ്ടി കൊണ്ടുവന്നതാ. ടീച്ചറെ, ഇതിലെ മനോജ് സാറ് ഞാനല്ലേ ടീച്ചറെ? ഈ മനോജാണോ? ഈ മനോജ് എന്നാ തോന്നുന്നേ. കടവുളേ പിടി. ഇതെന്തിനാ എന്റെ കൈ തന്നെ? ഇത്രയും ഭാരം വെച്ചോണ്ട് എനിക്ക് ഡയലോഗ് പറയാൻ പറ്റത്തില്ല. മലയാള സാറ് ക്ലാസ്സിലെ കുട്ടികൾക്ക് മലയാള അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോ സാറിന്റെ കണ്ടത്തിൽ നിന്നും മലയാള പദങ്ങൾ അനർഘ നിർഗളമായി പ്രവഹിക്കുന്നത് കണ്ട് ഞാൻ കോരിത്തെരിച്ച് കൂട്ടുവായിട്ട് നിന്നിട്ടുണ്ട്. കേട്ടു നിന്നിട്ടുണ്ട്. ആ പുള്ളിക്ക് എന്താ? അത് തെറ്റിദ്ധരിക്കപ്പെട്ടവന്റെ അശരീരിയ. ടീച്ചറെ, സ്കൂൾ ഗ്രൗണ്ടിലെ ഗോൾ പോസ്റ്റിലെ വലയിൽ ടീച്ചറിന്റെ കാല് കുടുങ്ങി കിടന്ന് പിടഞ്ഞപ്പോ ചേര കുടുങ്ങി കിടന്ന് പിടയുന്നു എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ ഫയർഫോഴ്സിനെ വിളിക്കാൻ തുടങ്ങിയപ്പോ ആ കോള് വേണ്ടാന്ന് പറഞ്ഞത് ഞാനാ ടീച്ചറെ. എന്തോ കുത്തി പറയുന്ന പോലെ തോന്നുന്നില്ലേ? അതാ പുള്ളിക്കാരൻ കിട്ടാത്ത ട്രോഫി അപ്പീൽ കൊടുത്ത് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്. ടീച്ചർ പറ, ടീച്ചർ പറ, ടീച്ചർ പറ. സാറ് കുട്ടികൾക്ക് നളന്റെയും ദമയന്തിയുടെയും കഥ പഠിപ്പിച്ചു കൊടുക്കുമ്പോ സാർ അതിലെ നളനും ഞാൻ ദമയന്തിയും ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ടീച്ചറേ, ഹലോ, എന്താണോ? നളനും ദമയന്തിക്കും ദൂതും കൊണ്ടുവന്ന ഹംസം. ആ അറ്റത്തിരിക്കുന്ന ദൂതെടുത്ത് വായിച്ചു നോക്കടാ. ഹായ്, മനോഹരമായ കാർക്കൂന്തലിന്റെ ചിത്രം, മനോഹരമായ മുടിയിഴകൾ. ഇതാരുടെ കാർക്കൂന്തലാ സാറേ? കാർക്കൂന്തലല്ലടാ, നിന്നെ കലാപരമായിട്ട് ഞാൻ തെറി വിളിച്ചതാടാ. കലാപരമായിട്ടുള്ള തെറി എന്ന് പറയുമ്പോ മനസ്സിലായില്ല. സാറ് മലയാളം വിട്ട് തമിഴിലൊന്ന് ചിന്തിച്ചു നോക്കേ. ഞാൻ വരും. എന്തിന്? എടാ, നിങ്ങൾ ഇവിടെ നളന്റെയും ദമയന്തിന്റെ കഥ ഇപ്പൊ പറയുന്നു. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും കഥ വരും. അതിന് അപ്പൊ ഏതായാലും ദർഭമുന കൊള്ളും. അത് കൊള്ളാതിരിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ദർഭമുന കൊണ്ട എടുത്തു കൊടുക്കാൻ എനിക്കറിയാം കേട്ടോ. നീ പോടാ മനോജ്, നീ പോടാ മനോജ്. എടാ, ഈ എഴുതിയിരിക്കുന്ന മനോജ് ഞാനാടാ. ഈ എഴുതിയിരിക്കുന്ന മനോജ് ഞാനാ. എടാ, ഈ മായ്ക്കാത്തോണ്ടാ എന്റെ മുഖം. എന്നാ ഈ ജായ്ക്കാത്തോണ്ടാ എന്റെ മുഖം. രണ്ടും ഒരുപോലെ എന്താ ഒരു PT ടീച്ചർ ഇവിടെ നിൽക്കുമ്പോ റഫറി ഇല്ലാത്ത മത്സരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇനി തുടങ്ങിക്കോ. അഞ്ജന ടീച്ചർ എന്റെയാ. അഞ്ജന ടീച്ചർ എന്റെയാ. അഞ്ജന ടീച്ചർ എന്റെയാ. അഞ്ജന ടീച്ചർ എന്റെയാ. അഞ്ജന ടീച്ചറെ, ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്ത ആളാ. മനോജ് സാറെ PhD എടുത്തിട്ടുണ്ടെന്ന്. എടാ, അങ്ങനെ പിച്ച് ഇട്ടെടുക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ കേറി പറിച്ചെടുക്കാനാണ് പാട്. വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ മാങ്ങാ പറിക്കുന്ന കാര്യം പറയുന്നു. ടീച്ചറെ, ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ലിറ്ററേച്ചർ എടുത്തിട്ടുണ്ട്. സാറേ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ലിറ്ററേച്ചർ എടുത്തിട്ടുണ്ടെന്ന്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പുറകെ പോരുന്ന MH ലിറ്റർ ഒറ്റയ്ക്ക് അടിച്ച കാര്യമായിരിക്കും പറയുന്നത്. നീ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കണ്ട പെണ്ണുങ്ങളെ പുറകെ നടപ്പല്ലായിരുന്നോ ചൊല്ലു. കോളേജിൽ പഠിക്കുന്ന ആ ദിവസം മുതൽ ഇന്ന് വരെയും എന്റെ മനസ്സിൽ നളിനിയും ലീലയും വാസവദത്തയും ഒക്കെ ആയിരുന്നു. ടീച്ചറെ കേട്ട അവന്റെ മനസ്സ് നിറച്ച് പെണ്ണുങ്ങളെ കൊണ്ട് നടക്കും അവൻ. അതൊക്കെ ആശാന്റെ സൃഷ്ടികളാണോ? ടീച്ചറെ, ഇതൊക്കെ രഘുവാശാന്റെ പെമ്മക്കളാ. കുമാരനാശാനാണോ? ഏത് ആശാനായാലും മക്കള് പെണ്ണുങ്ങളാണോ? കുമാരനാശാൻ ആരാന്ന് അറിയാത്ത എവനെയൊക്കെ പിടിച്ച് ആരാ ചാറാക്കിയത്? ഡ്രോയിങ് സാറേ, മലയാള സാറ് ഒരു മാർക്കിന് സ്കോർ ചെയ്ത് നിൽക്കുവാണ്. ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും രണ്ടുപേരും കവിത ചൊല്ലി സാറേ. എനിക്ക് കവിത പാടാനൊക്കെ അറിയാം. എന്തോ അറിയാം? മറ്റേ പുള്ളിയുടെ മാമ്പഴം പാടിയാലോ? മറ്റേ പുള്ളിയുടെ വള്ളിപ്പുള്ളി, വൈലോപ്പള്ളിയാണോ? അത് തന്നെ. പാടട്ടെ? പാട് പാട് പാട്.
പിച്ച് കിട്ടുന്നില്ല. പിച്ചല്ല, നിനക്ക് നല്ല അടി കിട്ടും. മൈലപ്പള്ളിയുടെ കവിത പറ. മൈലപ്പള്ളിയുടെ കവിത 3, 4 പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേഴും ജാക്കിളി നാളാണ്. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേഴും ജാക്കിളി നാളാണ്. മൈലപ്പള്ളി എന്ന് പറഞ്ഞപ്പോ പാലാപ്പള്ളിയും കൊണ്ട് വന്നേക്കുന്നത് പള്ളി കൊടുത്തു. ഞാനങ്ങനെ ഇറങ്ങത്തില്ല. അഞ്ജന ടീച്ചർ എന്റെ ആളാ. അഞ്ജന ടീച്ചർ എന്റെയാ. അഞ്ജന ടീച്ചർ എന്റെ ആളാ. അഞ്ജന ടീച്ചർ എന്റെയാന്ന് പറഞ്ഞില്ലോ. ടീച്ചർ പറഞ്ഞോണ്ട് നിർത്തി. വഴക്ക് നിർത്താനല്ല, എന്നെ താഴെ നിർത്ത്. നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലിയ ഞാൻ ഇതിൽ ആരെ സ്വീകരിക്കും? സൂര്യനും സ്വന്തം, ചന്ദ്രനും സ്വന്തം, സന്ധ്യയിലാർക്കു സ്വന്തം. മോഹൻലാലൊക്കെ മമ്മൂട്ടി ഓക്കെ. ജൂഹിച്ചോളെ ഇച്ചിരി കടുത്തു പോയില്ലയോ? എനിക്ക് ജൂഗി ചളുവള മതി. നിർത്തുന്ന എങ്ങനെ നിർത്തും? ഇതിവിടെ വെച്ചിരിക്കുന്ന കാലത്തോളം ഈ വഴക്ക് തീരത്തില്ല. അതുകൊണ്ട് ഇത് ഞാൻ വലിച്ചു. മനോജ് സാറേ, ഹരീഷ് സാറ് വിത്ത് അഞ്ജന ടീച്ചർ. സന്ധ്യയിലാർക്കു സ്വന്തം. കണ്ടോ സാറേ, എന്നെ മനഃപൂർവ്വം ആക്ഷേപിക്കാൻ വേണ്ടിയല്ലയോ ഹരീഷ് സാറിന്റെ പേരും എന്റെ പേരും കൂടെ മതിലിൽ എഴുതി വെച്ചേക്കുന്നേ. എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം സാറേ. എന്തുവാ ഇത് കണക്ക് പഠിപ്പിക്കുന്ന ഹരീഷ് സാറാണോ ഇവിടുത്തെ പ്രിൻസിപ്പൾ ഹരീഷ് സാറാണോന്ന്? മനോജ് സാറേ, നമുക്കങ്ങ് പോവാം. ഇനി ആ ഹരീഷ് സാറുമാര് തമ്മിൽ അങ്ങ് ആയിക്കോളും. എന്നാ പിന്നെ ബാ പോവാം. മനോജ് സാറന്മാരെ, എന്തോ ഇതിപ്പോ ഞാൻ പെട്ടുപോയല്ലോ സാറന്മാരെ. എന്തോ പറ്റി? ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരോടും പറഞ്ഞ എല്ലാ ഡയലോഗും ഇനി ഞാൻ ആ ഹരീഷ് സാറുമാരോടും പറയണ്ടേ? എന്നാ പിന്നെ ഇതങ്ങ് പിടിച്ചോ. എന്തിനാ? ആരമുള്ള സാധനം കയ്യിലിരുന്ന ഡയലോഗ് പറയണ്ടല്ലോ. പിള്ളാരും വേണം, പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം. കേട്ട സ്നേഹിതരേ, എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക. ഗേൾസ് ടീമിന്റെ കിടിലം പെർഫോമൻസ് ആയിരുന്നു നിങ്ങൾ ഇവിടെ ഇപ്പോൾ കണ്ടത്. അതുകൊണ്ട് ബോയ്സ് ടീമിന് ഗേൾസ് തൂക്ക് ഗൈസ്. ഗേൾസ് ഏത് വാര്യറ്? മഞ്ജു വാര്യറാ? അല്ലടാ, ഞങ്ങൾ ഇവിടെ AK-47 ഇറക്കിയപ്പോ നിങ്ങൾ ഓലപ്പടക്കം എടുത്ത് എറിയുന്നു. ഞങ്ങളൊരു ടീമിനെ ഇറക്കി. അതില് ഞങ്ങളുടെ ഗേൾസ് ടീമിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇറക്കിയത്. അത് കിടിലൻ കാഴ്ചവെച്ചാൽ ഞങ്ങളുടെ അഞ്ജനയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതാണ്. ആ അഞ്ജനയ്ക്കൊപ്പം അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത എന്റെ അരുണിനും മനോജണ്ണനും ഞങ്ങളും മറ്റേ അത് കൊടുത്തു. അതെ, അത് മാത്രല്ല അരുണും മനോജണ്ണല്ല, തൽക്കാലം ലാലേട്ടനും മമ്മൂക്കയും. അതെ, എന്നാ ഞങ്ങളുടെ ജൂഹിച്ചവള. ആരും തമ്മിൽ ചാവരുത്. ഒരു സെക്കൻഡ്. ചേച്ചി പറ, ഇന്നത്തെ ഈ സ്കിറ്റില് അഞ്ജന തൂക്ക്. എന്തൊരു തേപ്പ് പാട്ടിയായിരുന്നു ഇത്. സൂപ്പർ, ഭയങ്കര നമ്മൾ ആ തീരെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അഞ്ജന ചെയ്യും, അല്ലാതെ അഞ്ജനയ്ക്ക് ആരെയും കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കില്ല. സൂപ്പറായിരുന്നു അഞ്ജന. ആ ഒരു സ്റ്റൈൽ, ആ ഒരു ബോഡി ലാംഗ്വേജ് സൂപ്പർ. അതിന് പക്ഷെ നിങ്ങൾ രണ്ടുപേരും, നമ്മുടെ ലാലേട്ടൻ മമ്മൂക്ക, എന്താണ് ടു ഗുഡ്, ടു ഗുഡ്. പിന്നെ നിങ്ങളെ തന്തന താന എത്ര പ്രാവശ്യം ഇതിന്റെ മുമ്പേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തന്തന താന നടന്നുണ്ടോ? പുള്ളിയുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയി. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഈ പവർഫുൾ ഒരു സ്കിറ്റിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? നോക്കാം, നോക്കൂ. പൈസ കൊടുക്കട്ടെ? ആ പൈസ ചേച്ചി 2,000 ഇവിടെ ചേച്ചി ചില്ലറ ഇട്ട് നല്ല പൈസ ഇട്ടാണ് ഞാൻ മണി എടുത്ത് കൊടുക്കും. വിറ്റ് പൈസ ഇതാ. ക്രെഡിറ്റഡ്. ഓൾ ദി ബെസ്റ്റ്.